എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, തിരിച്ച് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പറയുന്നത് കേൾക്കാം, എന്നോട് അവന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്നെ അവൻ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല. ഇങ്ങനെ 100 കൂട്ടം പരാതികളാണ് എല്ലാവർക്കും ഉള്ളത്. അത്തരത്തിലുള്ള പരാതികൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നമുക്ക് ഒരു വ്യക്തിയെ മനസ്സിൽ സ്ഥാനം അല്ലെങ്കിൽ കയറി പറ്റാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന് നമ്മുടെ മഹാകവിയായിട്ടുള്ള കുമാരനാശാൻ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ഭാഷ എന്നുള്ള ഏറ്റവും വലിയൊരു സിദ്ധിയാണ്. പക്ഷേ ആ ഭാഷ പലപ്പോഴും നമുക്ക് അപൂർണമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ആ ഒരു വാക്കിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ നമ്മൾ സാധിക്കില്ല. നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ലിവിങ് സ്റ്റൈല് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളുടെ മനസ്സിൽ എങ്ങനെ കയറി പറ്റാം എന്നുള്ളത് പല രീതിയിലാണ്. അതായത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവാം. അതായത് ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഏതൊക്കെ കാര്യത്തിലാണ്? അവരുടെ മനോഭാവത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ താല്പര്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ എല്ലാവരും പരസ്പരം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു വ്യക്തിയെ ഇംപ്രസ് ചെയ്യാനുള്ളത് പേഴ്സണാലിറ്റി. അതായത് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന ആളുകൾക്കാണ് നല്ല പേഴ്സണാലിറ്റി ഉള്ളത്. ഒരിക്കലുമല്ല. പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിൻ്റെ, അതിനെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഈ വേഷഭൂഷാദികൾ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ മേക്കപ്പ് ചെയ്യുക. ഒരാളുടെ ഇഷ്ടം അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം നിങ്ങൾക്ക് സമ്പാദിക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. പേഴ്സണാലിറ്റി മെച്ചപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാമത് നിങ്ങളുടെ കോസ്റ്റ്യൂംസ് തന്നെയാണ്. കോസ്റ്റ്യൂംസ് മാത്രം പോരാ, അതിൽ ഒരു ഘടകമാണ് കോസ്റ്റ്യൂംസ്. ഈവൻ ഇൻ ദി ഗേൾസ് ഓർ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അതൊരു പുരുഷനാണെങ്കിൽ സ്ത്രീക്കും, സ്ത്രീ ആണെങ്കിൽ പുരുഷനെയും ആ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള ക്ലീൻലിനെസ്, അതായത് നമ്മുടെ വൃത്തി എന്ന് പറയുന്നത്. അതും ഈ ഒരു ഇഷ്ടം സമ്പാദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഘടകമാണ്. അതായത് നമ്മുടെ വിയർപ്പിന്റെ ഗന്ധം കൊണ്ട് ഇഷ്ടം ഇല്ലാതെ വേർപെട്ടു പോയിട്ടുള്ള എത്രയോ ബന്ധങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ശരീരത്തിന്റെ ശുദ്ധി, വസ്ത്രധാരണം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ സംസാരിക്കുമ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക എന്നല്ല. അവിടെ അയാൾക്ക് അയാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ മനസ്സിന്റെ ഉള്ളില് ഒരു ജാള്യത കൊണ്ടായിരിക്കാം, പക്ഷേ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പോരായ്മയായിട്ട് കാണുന്ന ആള് മനസ്സിലാക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് നിങ്ങൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് അയാൾക്ക് വളരെ വലിയ ആശ്വാസം നൽകുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളെ കാണാനും നിങ്ങളുടെ അടുത്ത് നിൽക്കാനും അയാൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് അങ്ങോട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് അയാൾക്ക് എന്തില്ല, അയാൾക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അയാൾക്ക് കുറെ പോരായ്മകൾ ഉണ്ടാവാം. ആ പോരായ്മകളെ കുത്തി സംസാരിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അവർക്ക് കൊടുക്കുക. ആ വ്യക്തിയെ ആരാണോ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ചെറിയ ഇടം തീർച്ചയായിട്ടും ആ വ്യക്തി കൊടുക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ അത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവരോടും സംസാരിക്കുന്നത് പോലെയുള്ള സംസാരം അല്ല നമ്മൾ ചെയ്യേണ്ടത്. അതായത് വ്യക്തിപരമായിട്ട് മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്ന രീതിയിൽ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങളെ
ആ സംസാരിക്കുന്ന വ്യക്തി തൊട്ടറിയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അയാൾക്ക് വന്നു കഴിഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊന്നും പിന്നെ ഒരു വിഷയമല്ല. അവിടെ ഡ്രസ്സിന്റെ ക്വാളിറ്റി നോക്കില്ല, അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഡിയോഡ്രന്റിന്റെ ക്വാളിറ്റി നോക്കില്ല, അയാളെ സംസാരത്തിന്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഒന്നും പിന്നെ പ്രശ്നമല്ല. ആദ്യം ചെയ്യേണ്ടത് അയാളെ പരിഗണിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാ ആളുകളും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മിക്കവാറും നമ്മൾ ഒരു വ്യക്തിയിൽ മനസ്സിൽ ഇടം തീർച്ചയായിട്ടും നെയ്തെടുക്കുന്നത് യാത്രകളിലൂടെയാണ് എന്ന് റോബർട്ട് ഫ്രോസ്റ്റിനെ പോലെയുള്ള വെസ്റ്റേൺ റൈറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള സാമീപ്യമുള്ള സാഹചര്യത്തിൽ നമുക്ക് യാത്ര ചെയ്യാനോ അതുപോലെ തന്നെ സംസാരിക്കാനോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ഏരിയ ഏതാണോ അത് നിങ്ങൾ കട്ട് ചെയ്തേക്കുക. ഓരോ വ്യക്തിക്കും ഇഷ്ടപ്പെടാത്ത ചില ഏരിയകൾ ഉണ്ടാവാം. ചില ആളുകൾ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് കൂടുതലായിട്ട് കൺവേഴ്സേഷൻ നടത്തുന്നത് കാണാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മറന്നിട്ട് അവർ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടം സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അവരുടെ മാനസിക മണ്ഡലത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്, അല്ലേ? നമ്മുടെ പൊതുവെയുള്ള ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നിനും ഒരു അടിസ്ഥാനമല്ല. മനസ്സിൻ്റെ ഉള്ളിൽ തൊട്ടറിയേണ്ടതായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ കവാടം ഒളിച്ചു കിടക്കുന്നുണ്ട്. ആ കവാടത്തിനെ നമുക്ക് പെട്ടെന്നൊന്നും സ്വന്തമാക്കാൻ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആ സ്വപ്നത്തിൻ്റെ ആ ഒരു കവാടം, അടച്ചിട്ടിരിക്കുന്ന ആ ഒരു കവാടം നിങ്ങൾക്ക് തുറന്നു തരും. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതിൽ പുഞ്ചിരിക്ക് നിർണായകമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിന് വലിയൊരു എഫക്റ്റ് ഒന്നും തോന്നില്ല, അല്ലേ? കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും കാണിക്കുന്ന ഒരു ഗോഷ്ടി എന്നൊക്കെ മിക്കവാറും പല കവികളും പറയാറുണ്ട്. പക്ഷേ അതല്ല, അതിന് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു തലമുണ്ട്. ഒരു മനസ്സ് തുറന്നുള്ള ഒരു ചിരി യഥാർത്ഥത്തിൽ ആ കാണുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ചിരി എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടം, അല്ലെങ്കിൽ അത് പ്രണയമായിക്കൊള്ളട്ടെ വാത്സല്യമായിക്കൊള്ളട്ടെ, എന്തോ നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്കുള്ള ഒരു നോട്ടത്തിലൂടെയുള്ള ആ ഒരു ചിരി വലിയ ഒരു കുളിർമയായിട്ട് നമുക്ക് ജീവിതത്തിൽ നമുക്കതിനെ മാറ്റിവെക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന് വസ്തുക്കളാവാം, സ്നേഹമാവാം, എന്തായാലും ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഊണുമേശയുടെ ചുറ്റും നമ്മൾ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു, അവർ ഐസ്ക്രീം കഴിക്കുന്നില്ല. അവർ കഴിക്കുന്നത് സ്നേഹം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സ്നേഹം രണ്ടാളുകളും ഷെയർ ചെയ്യുക എന്നുള്ള അതിനുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു ഏരിയ കണ്ടെത്തിയിട്ടുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു കൂൾ ബാറോ എന്തെങ്കിലും ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഏരിയ മാത്രമാണ്. അപ്പോൾ അതിനുള്ളൊരു നിമിത്തം മാത്രമായിരിക്കാം ഈ ഐസ്ക്രീം പറഞ്ഞ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവാം, അതുപോലെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് കൊടുക്കുന്ന ഒരു സമ്മാനം, അതിന് വിലയൊന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല. നാം കൊടുക്കുന്ന ഒരു പേനയാവാം, അല്ലെങ്കിൽ നാം കൊടുക്കുമ്പോൾ എന്തെങ്കിലും വല്ല ഓർണമെന്റ്സോ എന്തും എന്താണ് ആ ഒരു സ്നേഹത്തിൻ്റെ സിമ്പലാണ്. ഒന്നും വേണ്ട, പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സിമ്പൽ പനിനീർ പൂക്കളാണ്. ആ ഒരു ചെറിയ ഒരു പനിനീർ പൂവ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പനിനീർ പൂവിൻ്റെ ഒരു പൂന്തോട്ടമായിരിക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആരുടെയും വെറുപ്പ് സമ്പാദിക്കാൻ ഇടവരരുത്. എല്ലാവരുടെയും സ്നേഹം വേണ്ടുവോളം നിങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്.